സത്യം പറഞ്ഞ ഇതൊരു റിയാക്ഷൻ വീഡിയോ ആണ്. അപ്പോൾ ഇതിന് മുമ്പ് നമുക്കൊരു കഴിഞ്ഞൊരു കാലം ഉണ്ടായിരുന്നു. നവരസങ്ങൾക്ക് പുറമെ വേഗ കണ്ടുപിടിച്ച 15 ഐറ്റം നമ്മളിവിടെ തന്നെ ഉണ്ടല്ലോ. എവിടെയെങ്കിലും വെച്ച് കാണാം. എവിടെ വെച്ച് നല്ല അടപട നല്ല അടവ് നിന്റെ നീക്കുമൊക്കെ എങ്ങോട്ടാണ് മനസ്സിലാവുന്നുണ്ട്. ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. ഇന്ന് സത്യം പറഞ്ഞ ഇതൊരു റിയാക്ഷൻ വീഡിയോ ആണ്. നമ്മൾ ഇന്നേ വരെ നമ്മളുടെ യൂട്യൂബ് ചാനലിൽ റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ടില്ല. പക്ഷെ ഇത് വേറെ ആരുടെ ആയിരിക്കില്ല, നമ്മൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ വ്യക്തിപരമായിട്ട് ആർക്കും വിഷമം വരാനായിട്ട് ഇല്ല. റോസ്റ്റിംഗ് എന്ന് പറയാം. സെൽഫ് റോസ്റ്റിംഗ് ആണ്. നമ്മളിപ്പോ ഒരു വീഡിയോ ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 4-5 വർഷമാവും. 5 വർഷമാവും ചേട്ടാ. 5 വർഷം കൂടുതലാവും. അതിൽ കൂടുതലാവും. നമ്മളിപ്പോ ഇൻസ്റ്റാഗ്രാമിൽ ഒരു 3-4 വർഷം ആവത്തേ ഉള്ളൂ. അപ്പോൾ ഇതിന് മുമ്പ് നമുക്കൊരു കഴിഞ്ഞൊരു കാലം ഉണ്ടായിരുന്നു. നമ്മൾ വിചാരിച്ച് നമ്മൾ ആരെങ്കിലും അടുത്ത് റോസ്റ്റ് ചെയ്യുമെന്ന് വിചാരിച്ചു, പക്ഷെ ആരും ഇതുവരെ ചെയ്തില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു പുതുമയായിരിക്കും. നമ്മളുടെ എല്ലാവരുടെയും ടിക്ടോക്ക് വീഡിയോസ് ഉണ്ട്. നമ്മൾ ടിക്ടോക്കിൽ നിന്ന് വന്ന ആൾക്കാരാണ്. അപ്പോ ആ കുറെ വീഡിയോസ് നമ്മളെ കയ്യിൽ ഇപ്പൊ ഉണ്ട്. അപ്പൊ നമ്മൾ അതിന്റെ റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. തുടങ്ങയില്ലേ? അപ്പൊ നമുക്ക് ഫസ്റ്റ് റിയാക്ഷൻ തുടങ്ങാം. ഭാഗ്യവശാൽ ഞാൻ ടിക്ടോക്ക് ചെയ്യില്ലായിരുന്നു, അതുകൊണ്ട് എന്റെ വീഡിയോ നീ നൈസായി ഡിലീറ്റ് ചെയ്ത് കുഴപ്പമില്ല, ഉള്ളതുകൊണ്ട് ഓണം പോലെ. അപ്പൊ നമ്മള് ഇതുവരെ നമ്മളെ ഇൻസ്റ്റയിലുള്ള വീഡിയോ പഴയ തുടക്ക വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. തുടങ്ങാൻ കഴിച്ചു. അപ്പൊ ഫസ്റ്റ് വീഡിയോ കിടക്കുന്നത് ടാർസന്റെ ആണ് കേട്ടാ. ആദ്യം എന്റെ അല്ല ഇത് കുർവാസല്ലേ? ഒറിജിനൽ എന്നെ ഇട്ടാളാ ഇല്ല, കുർവാസക കുഴപ്പമില്ല. ഒരു 10 നമുക്കൊരു 6 കൊടുക്കാം. അത്യാവശ്യം കൊള്ളാം. നല്ല എഫർട്ട് എടുത്തിട്ടുണ്ട്. മുടിയൊക്കെ ചെയ്ത് അതുപോലെ അത് കൊള്ളാം. പിന്നെ എപ്പോഴും ഇത് ഒഴിവാക്കിയിരുന്നെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരുന്നു. 13 സെക്കൻഡുള്ള വീഡിയോ നീ കാരണം നമ്മളതിന് കുറ്റമേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ കണ്ടുപിടിക്കണ്ടേ. ഇതിപ്പോ 10 4 10 100 കൊടുക്കാനുള്ള പരിപാടികളുണ്ട്. ഓക്കെ, ഇനി അടുത്ത വീഡിയോ എന്ന് പറഞ്ഞാൽ ആരോമൽ നമ്മളെ ഗ്രൂപ്പിൽ വരുന്നതിന് മുമ്പ് നമ്മൾ കണ്ടുമുട്ടിയപ്പോഴത്തേക്കും എടുത്തൊരു വീഡിയോ ആണ്. ഇതൊരു ചേച്ചറാ. എനിക്ക് നല്ല അഭിനയിക്കണമെന്നൊക്കെ താല്പര്യം. സെക്കൻഡ് ഹാൻഡ് മൊബൈൽ ഉണ്ടാക്കി എനിക്ക് തരുക. എനിക്കൊരു ബ്ലോഗർ ആവാൻ ആഗ്രഹമുണ്ട്. ആഗ്രഹിച്ചു തരാം. ആഗ്രഹത്തിനനുസരിച്ച് ഇപ്പൊ എത്തിയിട്ടുണ്ട്. പക്ഷെ നല്ല ചേഞ്ച് അല്ലേ? നല്ല ചേഞ്ച്, മാറ്റമുണ്ട്. പുരുഷനായിപ്പോ. അടുത്തത് ബിജോ പിന്നെ ടിക്ടോക്ക് ഒന്നും ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്തിട്ടുള്ള ഒരു വീഡിയോയിൽ ഒരു ചെറിയൊരു കട്ട് നമ്മളിൽ ഇപ്പോഴും ഉണ്ട്. അത് എടുത്തിടാം. എഫോർട്ട് ഗൈസ്, എഫോർട്ട്. പൊക്കിളിൽ എംബ്രോയിഡറി വർക്ക് ചെയ്ത് പൊക്കിളിൽ സൂര്യകാന്തി ചെയ്യണം. അത് അത്ര എഫോർട്ട് ഇട്ട് ചെയ്താണ് ഗൈസ്. അതുകൊണ്ട് ആ കുലുക്ക കാണാൻ മനസ്സിലാവുന്നുണ്ട് ആ എഫോർട്ട് ഉണ്ടെന്ന്. അടുത്ത് എന്റെ അനീഷിന്റെയും ടിക്ടോക്ക് കാലത്ത് ഞാനും അനീഷിന്റെ ഡുയറ്റുകൾ ഉണ്ടായിരുന്നു. നീ എന്താണ് കാണിക്കണം? ആൾക്കാരെന്താ ഒരുമാതിരി പരിസര സംസാരിക്കാനുള്ള പ്രശ്നം. ഏതാ ഞങ്ങൾ വല്ല മരത്തിന്റെ പൊട്ടി പോയി കെട്ടിപ്പിടിച്ച് സംസാരിക്കടാ, അതിലും വലിയ പ്രശ്നം. നിന്റെ മോഹൻ സംഭവം നമ്മൾ ടിക്ടോക്കിൽ ചെയ്യുന്ന സമയത്ത് നോർമൽ സ്പീഡിലിട്ട് നമുക്ക് ചെയ്യാൻ പറ്റൂല. അപ്പൊ മറ്റേ സ്ലോ മോഷൻ ഇടണം. സ്ലോ മോഷൻ ഇട്ട് കഴിയുമ്പോഴത്തേക്കും ഈ പറഞ്ഞ സാധനം നീ എന്തിനാടാ പോയത് ഇങ്ങനെ പറഞ്ഞാലേ ആ സ്പീഡ് നമുക്ക് കറക്റ്റ് കിട്ടുള്ളൂ. അല്ലേ? ടിക്ടോക്ക് യൂസ് ചെയ്യാൻ അറിയാൻ പറ്റും. എന്നാലേ അത് കിട്ടുള്ളൂ. അതല്ലേ ചേഞ്ച് നോക്കണ്ട. ഈ കാലം തൊട്ട് അവൻ താടി വയ്ക്കാൻ തുടങ്ങിയാണ്. ദിനേശ് എടുത്തിട്ടില്ല അതിനുശേഷം. അല്ലാതെ ഞാൻ താടി എടുത്തിട്ടുണ്ട്. അടുത്ത വീഡിയോ അനീഷും കുടുംബക്കാരും. അടുത്ത ഈ വീഡിയോ എടുത്തിട്ടാ ഞാനാണ്. എനിക്ക് ഇഷ്ടമാണ് ഗൈസ്. ഇപ്പോഴും ഈ വീഡിയോസ് എനിക്ക് ഇഷ്ടമാണ്. നടുക്കിക്കുന്ന എക്സ്പ്രഷൻ നോക്കണേ. ഇവ ലിപ്പില്ലേ, ഇവ കൈകൊണ്ട് വരികൾ പാടുന്നു. ഒരു മാറ്റില്ല ഇവൻ, ഒരു മാറ്റില്ല അനീഷിന് കേട്ടാ. വരെയുള്ള ഉടുപ്പുകൾ നോക്കണം. ആ സമയത്തൊക്കെ ട്രെൻഡ് ആയിരുന്നു വരെയുള്ള ഉടുപ്പൊക്കെ. ഇത് ഇവന്റെ 3 കസിൻസ് ആണ് കേട്ടാ. ആ നടുക്കിക്കുന്ന എക്സ്പ്രഷൻ എനിക്ക് ഫീൽഡ് ഔട്ട് ആയി പോയി. ഇപ്പോഴും ഉണ്ട്, അതാണ് മനസ്സിലാക്കേണ്ടത്. ഫീൽഡ് ഇപ്പോഴും ഉണ്ട്. ഫീൽഡ് ഔട്ട് ആയി. ഇപ്പൊ അവന്റെ കാർ എടുത്തോട്ട് പോയേക്കും. ഇനി അടുത്ത് എന്റെ ഒരു സിംഗിൾ പെർഫോമൻസ്. ആരും മുടികെട്ടി തന്നെങ്കിലേ അന്ന് കത്തിയുടെ കടയിൽ പോയാലേ പൈസ കൊടുക്കാതെ മുടി കേട്ടാ. നീ മുഖം നോക്കിയാ യവൻ മീന്റെ മുഖവും ഇപ്പൊ വരും.
അത് ഈക്വൽ ആയി പോകും. രണ്ടും തമ്മിൽ മറ്റേ പണ്ടത്തെ ദൂരദർശനിൽ കാണിക്കുന്ന അമ്പൊന്നും അടിച്ചു പോണത്. നെക്സ്റ്റ് നിങ്ങൾ വിചാരിക്കും ഹിന്ദിക്കാരൻ പറഞ്ഞിട്ട് തെറ്റോളൂ. നമുക്കും പറ്റും, നമുക്കും പറ്റും. മഞ്ഞത്ത് പക്ഷേ ഞാൻ കാര്യം പറയട്ടാ, 240K ലൈക്ക് കിട്ടിയ വീടാണ് അത്. ഇവിടെ കിടന്ന് പട്ടിയെ കിടന്ന് നമ്മൾ അഭിനയിച്ചിട്ട് ലൈക്ക് ഇല്ല. ഹിന്ദിക്കാരന്മാരെ കോപ്പിടിച്ചൊരു സാധനം ചെയ്തപ്പോ ഏത് ചിരിക്കുന്ന ഒരു പുരുഷനും കരയുന്ന ഒരു മുഖം ക്യാപ്ചർ ചെയ്തോണ്ട് ഇത് പാനിന്റെ ഹിറ്റ് ആയിട്ടാ. അതിന്റെ 3 ദിവസം കഴിഞ്ഞപ്പോ ബാൻ പോയി, അക്കൗണ്ടും ബാനായി. ഞാൻ ഊക്കമാറ്റിക്കാം. റൊമാൻറ്റിക് സ്റ്റാർ ആയിരുന്നു. ഞാൻ റൊമാൻറ്റിക് ആയിരുന്നു പണ്ട്. തളർത്തി ആരാ ഇടിയാ നീങ്ങണ കുരിശിലിരിക്കണ്ട ഞാൻ ആക്ഷൻ ഇല്ല. ഇത് ടിക്ടോക്കിലുള്ള എന്റെ ഇല്ലല്ലോ. ആൾക്കാരെ കാണിക്കുന്ന ഇത് ഊക്കള വകയല്ലേ? ആ എന്നാ പിന്നെ ഊക്കള വേറെ തരാം. ആമി അശോക കച്ചറയാണ്. അച്ഛന്റെ കാശ് മുടിപ്പിക്കാൻ വേണ്ടി നടക്കുവാടി. 22 സപ്ലി. ഇതിപ്പോ നമ്മുടെ വാർത്ത വായിക്കുമ്പോഴത്തേക്ക് 3 സെക്കൻഡിൽ എത്ര എക്സ്പ്രഷൻ? 300 എക്സ്പ്രഷൻ. നവരസങ്ങൾക്ക് പുറമെ വേഗ കണ്ടുപിടിച്ച 15 ഐറ്റം 3 സെക്കൻഡിൽ. 3 സെക്കൻഡിൽ 8 എക്സ്പ്രഷൻ. ലോ മോഷൻ ആയിരുന്ന സമയത്ത് ഒരുപാട് സമയം കിട്ടുമല്ലോ. എക്സ്പ്രഷൻ ഇട്ടപ്പോ കുറച്ച് എനിക്ക് മനസ്സിലാവും. ഓക്കെ, എനിക്ക് മനസ്സിലാവും. ഇങ്ങനെയാണോ തലയിൽ കാച്ചി എണ്ണ തേച്ചിരിക്കും. ഇപ്പൊ സ്ട്രൈറ്റ് ചെയ്തിരിക്കും. പണ്ട് എണ്ണ തേക്കുവായിരുന്നു. അടുത്ത എന്റെ മേഘന ഡ്യുവറ്റ് ആണ് കേട്ടോ. ആ പാട്ടൊക്കെ പ്രോ എഡിറ്റർ ആണല്ലോ. അന്ന് ഇതൊക്കെ ആദ്യം അറിയുന്നതുകൊണ്ടേ ഇത് മിനിക്കിട്ടല്ലേ ടിക്ടോക്കിൽ ഓടുള്ളൂ. ഓ അതറിഞ്ഞൂടെ? അതറിഞ്ഞൂടെ? സ്റ്റാർ നല്ല വീഡിയോ, നല്ല വീഡിയോ സെലക്ട് ചെയ്ത്. ഇത് മേഘയുടെ പാട്ടിട്ടോ, ഞാനല്ല ഇത് എഡിറ്റ് ചെയ്ത മേഘയുടെ. മേഘയുടെ അക്കൗണ്ടിലാണ് കിടന്നത്. എനിക്ക് ഓർമ്മയില്ല. മേഘയ്ക്ക് ആ സമയത്ത് നീ കെട്ടൂലെന്നുള്ള ഒരു വിശ്വാസം ഉണ്ടായിരുന്നു കേട്ടടാ. പെറുത്ത് തട്ടാതിരുന്നു അബദ്ധത്തിൽ തേച്ചാലാണ്. റെയിൽവേയിൽ കാപ്പി ഓവറായിട്ട് ചിരിക്കാനുള്ളതൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ നല്ല വീഡിയോ ഒക്കെ എടുത്ത് ചെയ്യുന്നു. എവിടെ കഴിവുള്ളത് എന്നാ വേറെ ഇടാം. എന്നാ കഴിവില്ലാത്ത അനീഷും കുടുംബക്കാരും വീണ്ടും. എടാ ഇതൊക്കെ നല്ല സാധനമാണോ. അടുത്ത ഒരുത്തരം കൂടി പോരും. എന്ത് രസം നോക്കാൻ സമയത്തൊക്കെ കാണാൻ ഇല്ലെന്ന് പറ. നടുക്കിങ്ങനെ പിള്ളേ നോക്കിയേ. ഇവ നെഞ്ചുകൾ കൊണ്ട് പരികൾ പാടും. കഴിഞ്ഞ പാട്ടിൽ ഇതേ സ്റ്റെപ്പായിരുന്നു, ശ്രദ്ധിച്ചാൽ നിങ്ങൾ. ഈ പാട്ടിലെ ഇതേ സ്റ്റെപ്പാണ്. എന്നാലും ഈ വീഡിയോ വിട്ടിട്ടേ പോയി മെസ്സേജ് ബോക്സിൽ ഇരിക്കും. കൊഞ്ചൽ കേൾക്കാം. സജിന് ലേറ്റ് ആട്ടോ. അവ തീരമ്പഴയിൽ പാടി കഴിയുന്നു. 3 പേരും കൂടെ ഫ്രെയിമിൽ വരാൻ വേണ്ടി കിടന്നേ ഞെരിങ്ങാണ്. ചെറിയ സ്പേസില് ഒതുങ്ങണ്ടേ ഗൈസ്. ഫോട്ടാണേ നോട്ടോ. വേർവ് സാമ്പ്രാണി ആരടാ അവിടുത്തെ കത്തിച്ചു വിട. 15 ടാക്ക് എടുത്ത് അപ്പൊ ചൂടെടുത്തിട്ട് വേർന്നതാണ്. ഈ വിയർക്കുള്ള സാധനം ഇടുമ്പോഴേ ഇതിന് ഡ്യുവറ്റ് എടുക്കണ പെണ്ണിങ്ങനെ ആകണോടാ. മനസ്സിൽ എനിക്ക് 2-3 ഡേറ്റ് വന്ന് അത് വേറെ കേസ്. ഡേറ്റ് ഇപ്പൊ കിട്ടിയില്ല, അല്ലെങ്കിൽ ഇപ്പൊ എടുത്തിട്ടായിരുന്നു. അടുത്ത നമുക്കൊരു സാധനം നോക്കാം. ആമി അശോക് ടീമോ. അമേഷന്റെ ഫസ്റ്റ് ഇതേക്കണൊക്കെ ഉണ്ട്. മേഘയുടെ ഒക്കെ ചേഞ്ച്. സുരേഷ് ഗോപി കളിച്ചു. ഇതിൽ കാലൂരി തെളിച്ചു പോടാ. അത് അവളെ സ്റ്റെപ്പ്. സുരേഷ് ഗോപി ഡ്രീംസിൽ കളിച്ച സുരേഷ് ഗോപി ആ സ്റ്റെപ്പ് ഇടുന്ന സമയത്ത് നിന്നെ പറ്റി ചിന്തിച്ചില്ല. സുരേഷ് ഗോപി ഇതൊക്കെയാണ് ക്ലാസിക് ഡാൻസർ കളിക്കുന്ന സ്റ്റെപ്പാ. ആ ഫോണിന്റെ ഡിസ്പ്ലേ അടന്ന് അടിച്ചു പോയെന്ന് തോന്നുന്നു. റൂം അടച്ചിട്ടിട്ടാണ് ഈ ഇല്ലെങ്കിൽ കിട്ടും. നെക്സ്റ്റ് വീഡിയോയിലോട്ട് നമുക്ക് പോവാം. വോഡഫോൺ കോമഡിസാസിൽ വിളിച്ചെന്ന് പറയട്ടാ. അപ്പൊ അവിടെ നിൽക്കുകയാണ്. പഴം കിട്ടിയാലേ ഫുഡ് തിന്നാൻ പറ്റുള്ളൂ.
സൂപ്പർ മരിച്ചിന് വിള ഈ ഐഡിയ പറഞ്ഞതിന്റെ അനിയത്തിയാണ് ഇത് ചെയ്ത് കഴിഞ്ഞാൽ ക്ലിക്കാവും വയറിലാൻ വേണ്ടി ചെയ്തേടാ. ഇത് 3 പേരെ കണ്ടോളൂ. പഴം വെച്ചുള്ള ഡാൻസ്, പഴം ഡാൻസ്. ഇത് ഏത് പഴം അറിയില്ലായിരുന്നു. അപ്പൊ അടുത്തിലോട്ട് പോകാൻ ചിരിച്ച് കണ്ണ് തള്ളി എന്റെ ആ മരിച്ചുള്ള തല കണ്ടു. ഓ ഇത് യാത് വെള്ളം മേഖല വാടക വീട്ടില്ലേ ക്യാമറ നോക്കൂല, ക്യാമറ നോക്കൂല. നോക്കണേ, ശ്രദ്ധിച്ചോണേ. ക്യാമറ ഓണാക്കി പിടിച്ചേക്കണമായി പൊട്ടായി. ക്യാമറ നോക്കൂല. നോക്കണേ, ഒരിക്കൽ നോക്കിയേ. അയ്യോ പുള്ളക്ക് 9 പഠിക്കുന്ന ആ സമയത്ത് പുള്ളക്ക് കല്യാണം കഴിഞ്ഞിട്ട് പിള്ളേരെ കാര്യത്തിൽ തീരുമാനം ആയിട്ടാ വെച്ചു. അവള് 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ പിള്ളേരെ മെച്യൂരിറ്റി. നാളെ നമുക്ക് കറങ്ങാൻ പോയാലോ? ഇല്ല, ഞാൻ ഒന്നും പറയില്ല. എനിക്ക് ഈ വീഡിയോ കോളിലുള്ള സിമ്പല് കാണുമ്പോഴേ എനിക്കൊരു ഇത് സംഭവം ആര് റോസ്റ്റ് ചെയ്തെന്ന് അറിയാമോടാ? എവിടാണെന്ന് മനസ്സിലായി കാണൂല അല്ലേ? ഞാനൊക്കെ സത്യം പറഞ്ഞില്ല ജസ്റ്റ് മിസ്സിന് ഇഷ്ടപ്പെട്ടതാണ്. ഞാൻ പണ്ട് എന്റെ അർജു റോസ്റ്റ് ചെയ്ത സമയത്ത് ഞാൻ നല്ല രീതിയിൽ പേടിച്ചു. ദൈവമേ, എപ്പോ എന്റെ വീഡിയോ വരും? ഓരോ ക്ലിപ്പ് കാണുമ്പോഴും ഞാൻ ഇങ്ങനെ പതുക്കെ അടിച്ചു പോകും. എന്റെ തെപ്പോ ഭാഗ്യത്തിന് കിട്ടിയില്ല. ശിവന്റെത് ഇച്ചിരി കുഴപ്പമില്ല, ഭാഗ്യത്തിന് കിട്ടിയില്ല. അതുകൊണ്ട് ആ സമയത്ത് ഓഡിയൻസിന് അത് മതിയായിരുന്നു. ഇപ്പോഴാണെങ്കിൽ അടുത്ത മേഘട അതേ സെയിം കോസ്റ്റ്യൂമിലാണ് കേട്ടോ. ഒരു ദിവസം 3 വീഡിയോ എടുക്കും. നോക്കണേ, ക്യാമറ നോക്കൂല. ഇത് എവിടെ തന്നെ ഉച്ചയോടാ നീ കൈ കൊണ്ട് വരികളെ പറയുമല്ലേ? അടുത്ത് നമ്മുടെ അനീഷിന്റെ ഒരു ചെറിയ സോപ്പ് തേച്ച് തുടങ്ങി മോനെ. അതോ ഈ സോപ്പ് തിന്നുന്ന പക്ഷികളുണ്ടോ? മൊട്ടയടിച്ചുകൊണ്ടാണ് തൊപ്പി വെച്ചേക്കണ. പിന്നല്ലാതെ എന്റെ അല്ല പകുതി കാശ്. അത് കൊള്ളായിരുന്നു. കൊള്ളാല്ലേ? അല്ലേ? റോസ്റ്റ് ചെയ്യാനൊന്നുമില്ല. നീ അനീഷിന്റെ വീണ്ടും കുടുംബക്കാര് ടിക്ടോക്കിൽ ലാസ്റ്റ് വീഡിയോ സജിന് മാടി വിളിക്കണോ? വാ, ഇത് വാ വിളിക്കാൻ പറഞ്ഞ എത്ര ഇതായിരുന്നു ടിക്ടോക്കിലെ ലാസ്റ്റ് വീഡിയോ. ഇതോടുകൂടി ടിക്ടോക്ക് ബാനായി. ഇത് കണ്ടോടെ ബാനായി. ക്യാമറ നോക്കൂലേ? ഇവളുടെ മെയിൻ ഇതാണ്, ക്യാമറ നോക്കൂല. ഒരു പാട്ടിന് 3 ക്യാമറ പൊട്ടായി. ഇതല്ലേ നേരത്തെ ചെയ്തത് ഈ പാട്ട്? ഒരു പാട്ട് തന്നെ 3 ഡ്രസ് വെച്ച ആളുകളെ. പാട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നാക്കട കൂടുതൽ ഡാൻസ് കളിക്കണ നോക്കിക്കോടാ. അയ്യോ, പാടാൻ വന്നപ്പോ നിന്നുപോയി പാട്ട് കേട്ടോ. അല്ല നാക്കാണ് കൂടുതലും നോക്കണേ. അത് ഒന്നും മനസ്സിലാവില്ല. ഇപ്പൊ ആലോചിക്കാൻ നോക്ക്, ഒന്നും മനസ്സിലാവൂല. യാന്ത്രിക മത്സരമാണ് നമ്മൾ. വീണ്ടും അതേ കോസ്റ്റ്യൂമേ. അയ്യോ, ആരോ കണ്ടു. കറക്റ്റ് ലൈൻ പാടി കൊടുത്താ വീട് താക്ക്. അയ്യോ, ഈ വീഡിയോ എടുത്തത് ആരായിരുന്നു? ഇതൊന്നും ഞാൻ കാണുന്നില്ലല്ലോ. പോസ്റ്റ് ചെയ്യാൻ ചെയ്തല്ലേ? അക്കൗണ്ട് റിക്കവർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ ഡിലീറ്റ് ചെയ്തോളാം. അടുത്ത് അനീഷേട്ടന്റെ അതാ മെയിൻ സാധനം ഇനിയാണ് വരാൻ പോണത്. ഹലോ പറഞ്ഞാണല്ലോ ടിക്ടോക്ക് ലാസ്റ്റ് വീഡിയോ അറിഞ്ഞൂടാ. എന്തായാലും എന്നെ കുറച്ച് പേർക്കെങ്കിലും അറിയാമെങ്കിൽ നിങ്ങള് ശ്രദ്ധിക്കേണ്ടത് ബാക്കിലുള്ള BGM ആണ്. എന്റെ ഇനി വരാൻ പോകുന്ന എല്ലാ വീട്ടിലും BGM നിങ്ങൾ ശ്രദ്ധിക്കണം. എന്താണ് പറയേണ്ടത്? നിർത്തിയെങ്കിലും ഒരുപാട് വിഷമമുള്ള കാര്യം. പ്ലാറ്റ്ഫോം ഒരുപാട് വരുമായിരിക്കും ചിലപ്പോൾ. ഇതുപോലെ തന്നെ ടിക്ടോക്ക് പോലെ വേറെ ഏതെങ്കിലും ഒക്കെ വരും. പക്ഷേ ടിക്ടോക്കിൽ ഉണ്ടാക്കിയെടുത്ത വലിയ ഫാമിലി ഉണ്ട്. എനിക്ക് മിസ് ഇല്ല. പക്ഷെ നിർത്തിയ സമയത്ത് നമുക്ക് ഇൻസ്റ്റയിലോട്ട് ഒരുപാട് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു, ഒരുപാട് ഫോളോയിങ്, ഒരുപാട് പേരുണ്ടെന്ന് അറിയുന്ന സമയത്താണ് ഏറ്റവും വലിയ സന്തോഷം. അത് തന്നെയാണ് ഏറ്റവും വലിയ അംഗീകാരം. അപ്പൊ എന്തായാലും നമ്മളിവിടെ തന്നെ ഉണ്ടല്ലോ, എവിടെയെങ്കിലും വെച്ച് കാണാം. ഏതെങ്കിലും നല്ല അടപട, നല്ല അടവ്. നിന്റെ നീക്കുമൊക്കെ എങ്ങോട്ടാണ് മനസ്സിലാവുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. ഇത്രയും നാളെ സപ്പോർട്ടിന് ഒരുപാട്
കുറിയുണ്ട് എല്ലാത്തിലും. ഇനി കുറിയുണ്ട് അനീഷിന്റെ.